നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർക്കോഴ പ്രശ്നം KM മാണിക്കെതിരെ LDF പ്രതിഷേധം ശക്തമാക്കുന്നു. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. ബാർക്കോഴ വിവാദത്തിൽ നിലപാട് അറിയിച്ച് MP വീരേന്ദ്രകുമാർ. മാണി രാജിവെക്കേണ്ടതില്ലെന്ന് വീരേന്ദ്രകുമാർ. വികസന മുന്നേറ്റമൊരുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പടിയിറങ്ങി. ഇനി സംഘടന പ്രവർത്തനങ്ങളിൽ സജീവം. കാസർകോട് ഉളിയത്തൊടുക്കയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. കത്തിയമർന്നത് മുഹമ്മദ് ഇക്ബാലിന്റെ സ്വപ്നങ്ങൾ. കാഞ്ഞങ്ങാട് നഗരസഭാ പ്രചരണ രംഗം ശക്തമാക്കി LDF. വികസന സപ്ലിമെന്റ് പുറത്തിറക്കി. അജാനൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇടതുകോട്ടയിൽ കരുത്ത് തെളിയിക്കാൻ സാംസ്കാരിക പ്രവർത്തകൻ MV രാഘവനെ ഇറക്കി LDF. നാടിന്റെ കാവൽ രക്ഷകൻ ഗുളികരാജൻ അരങ്ങിലെത്തി. മൂലക്കണ്ണൻ ഗുളികൻ ദേവസ്ഥാനം ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭം ശക്തമാക്കുന്നു. കാഞ്ഞങ്ങാട് പ്രതിഷേധ യോഗം നടന്നു. ബാർക്കോഴ കേസിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭം ശക്തമാക്കുന്നു. കാഞ്ഞങ്ങാട് പ്രതിഷേധ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ബംഗളം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, AK നാരായണൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ, PC രാജു, DV അമ്പാടി, സലാം, A ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ബാർക്കോഴ കേസിൽ KM മാണി രാജിവെക്കേണ്ടതില്ലെന്ന് ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. UDF ഉദുമ നിയോജക മണ്ഡലം പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KM മാണി രാജിവെക്കേണ്ടതില്ലെന്നും അന്വേഷണം നടന്ന വിധി വന്ന ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നും ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു. UDF ഉദുമ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വീരേന്ദ്രകുമാർ. ഇവിടെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് പരാമർശം വന്നുവത്രേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ അവസാന വിധി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാണി രാജിവെക്കട്ടെ. ആരോപണമുണ്ടായതിന്റെ പേരിൽ ആരും രാജിവെക്കേണ്ടതില്ല എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞത് EMS ആണോ? ആരോപണ വിധേയർ രാജിവെക്കേണ്ടതില്ല എന്ന് ആദ്യം പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാണ്. ആരോപണ വിധേയർ രാജിവെക്കാൻ തുടങ്ങിയാൽ കേന്ദ്രത്തിൽ മന്ത്രിസഭ ഉണ്ടാകില്ല. മുഖ്യമന്ത്രി ആരെന്ന വിവാദം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമല്ല. CPM ആദ്യം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കട്ടെ. VS-നെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാവുമോ എന്നും അദ്ദേഹം ചോദിച്ചു. TCC പ്രസിഡന്റ് CK ശ്രീധരൻ, P കോരൻ മാസ്റ്റർ, സ്ഥാനാർത്ഥി പാതൂർ കുഞ്ഞാമു, A രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥാനം ഒഴിയുന്നത് തികഞ്ഞ സംതൃപ്തിയോടെയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി. സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതി 5 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയതായി ശ്യാമളാദേവി. 5 വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്നത് തികഞ്ഞ ആത്മസംതൃപ്തിയോടെയാണെന്ന് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 5 വർഷം സമസ്ത മേഖലയിലും നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. ഗ്രാമീണ മേഖലയിലെ റോഡുകൾ വളരെ മെച്ചപ്പെട്ടതാക്കാൻ 5 വർഷത്തിൽ കഴിഞ്ഞു. 60 കോടിയോളം രൂപ റോഡ് വികസനത്തിനായി ചെലവഴിച്ചതായും ശ്യാമളാദേവി പറഞ്ഞു. ക്ഷീരമേഖലയിൽ 50% വളർച്ചയുണ്ടായതായും ശ്യാമളാദേവി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക്, ഉൽപാദന മേഖലയെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ പല രംഗത്തും നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് എന്ന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ എല്ലാ രംഗങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടത്താൻ കഴിഞ്ഞു എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടാകാത്തതിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയ്ക്ക് അടക്കം ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പം നമ്മുടെ റോഡുകളൊക്കെ തന്നെ നാഷണൽ ഹൈവേ ഈ നിലക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കായി മാറുമ്പോഴും
നമ്മുടെ ഉൾപ്രദേശങ്ങളിലുള്ള ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ ഏറ്റവും നന്നായി നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി മിക്ക പഞ്ചായത്തുകളുടെയും എല്ലാ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിൻ്റെതായ മെച്ചപ്പെട്ട റോഡുകൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഏകദേശം 60 കോടിയോളം രൂപ ചെലവഴിച്ച കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കടന്നുപോയത്. ആ നിലയ്ക്ക് അടിസ്ഥാനമായും ജനങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു ആ രംഗത്തും അതോടൊപ്പം തന്നെ നമുക്കറിയാലോ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത എന്ന നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇവയൊക്കെ തന്നെ കുടുംബശ്രീ സഹായത്തോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായി 50% നമ്മുടെ പാലുൽപാദനം വർദ്ധിപ്പിച്ചത്. കെ.എസ്. കുര്യാക്കോസ്, ഓമന രാമചന്ദ്രൻ, പി. ജനാർദ്ദനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ശ്യാമളാദേവിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വർഗീയതയുടെ ഭീഷണി ഇന്ന് വീടുകളിലെ തീന്മേശയ്ക്ക് മുന്നിൽ പോലും എത്തിയതായി JDU നേതാവ് MP വീരേന്ദ്രകുമാർ. കോവിൽ സ്റ്റോറിൽ കാഞ്ഞങ്ങാട് UDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയുടെ ശക്തികൾ ഇന്ന് നമ്മുടെ ഭക്ഷണശീലത്തെയും യാത്രകളെയും സംസാരങ്ങളെ പോലും ഭീഷണിയിൽ നിർത്തുന്നതായി MP വീരേന്ദ്രകുമാർ പറഞ്ഞു. നമ്മുടെ പാരമ്പര്യം ഇതല്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന ജീവിതമാണ് നമ്മൾ നയിച്ചിരുന്നത്. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ ഗ്രാമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ജനങ്ങൾ പലപ്പോഴും. ഒരു ചായപ്പീടിയ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുറച്ച് ദിവസം വാതിലടിക്കാന്നല്ലേ. ഞാൻ എന്തിനാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നാണ് നോക്കി നിൽക്കേണ്ടത്. തല്ലിക്കൊല്ലുന്നു, രാത്രിയിൽ ഒരാളെ തല്ലിക്കൊന്നു, ഗോമാംസം തിന്നു. അത്ര കേരള ഹൗസിൽ അടുക്കളയിൽ കിടന്ന് നോക്കി അവിടെ എന്താ വെച്ചുണ്ടാക്കുന്നത്. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് പറയാം. അതിന് ന്യായീകരിക്കാൻ ആളുകൾ വന്നു. കോവൽ സ്റ്റോറിൽ നടന്ന പ്രചരണ യോഗത്തിൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, MS ഐനാർ, M കുഞ്ഞമ്പാടി, ചന്ദ്രൻ പനങ്കാവ്, M കുമാരൻ, മോഹനൻ നായർ, പനങ്കാവ് കൃഷ്ണൻ, K ദിവ്യ, K കോരൻ, KV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അന്തിമഘട്ടത്തിൽ ഇടതുമുന്നണി വികസന സപ്ലിമെന്റ് പുറത്തിറക്കി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ ഇടതുമുന്നണി നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ സപ്ലിമെന്റ് പുറത്തിറക്കി. കോവൽ സ്റ്റോറിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികസന സപ്ലിമെന്റ് പുറത്തിറക്കി. കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന്, ഇന്ത്യയെ പോലൊരു നാട്ടിൽ അതത് കാലത്തെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഒരു സംശയമില്ല. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ജനങ്ങൾ BJPയുടെ കഴിഞ്ഞ 1.25 വർഷത്തെ ഭരണത്തിലെ ചില ചെയ്തികളെ വല്ലാത്ത ആകാംക്ഷയോടെ നോക്കിക്കാണുക. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, VV രമേശൻ, V സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതിന്റെ ഉരുക്കുകോട്ടയിൽ വിജയം ആവർത്തിക്കാൻ ചിട്ടയായ പ്രവർത്തനവുമായി LDF പ്രവർത്തകർ. സാംസ്കാരിക പ്രവർത്തകൻ MV രാഘവന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് നേതാക്കൾ. വാർഡ് രൂപീകരണം തൊട്ട് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതിനെ തുണച്ച വാർഡാണ് അജാനൂർ പഞ്ചായത്തിലെ തുളുച്ചേരി വാർഡ്. തുളുച്ചേരി കുമ്മണാർ ഭഗവതി ക്ഷേത്രത്തിന്റെ കളരി പാരമ്പര്യവും അധസ്ഥിത വർഗത്തിന്റെ ഉണർത്തുപാട്ടായ പൊട്ടന്തെയ്യത്തിന്റെ തോറ്റമ്പാട്ടെഴുതിയ കൂർമ്മലെഴുത്തച്ഛന്റെ ജന്മം കൊണ്ടും സമ്പന്നമാണ് തുളുച്ചേരി വാർഡ്. സാംസ്കാരിക തനിമകൾക്ക് തണലേകിയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകിയും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങളാൽ വാർഡിനകത്തെ വോട്ടർമാരുടെ മനസ്സ് എന്നും ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് നേതാക്കൾ പറയുന്നു. സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനത്തിന്റെയും ഉടമയായ MV രാഘവന്റെ സ്ഥാനാർത്ഥിത്വം വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസമാണ് പ്രവർത്തകർക്കുള്ളത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ്. ഈ വാർഡിൽ ഈ വാർഡ് രൂപീകരണ കാലം തൊട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന വാർഡാണ് 13ാം വാർഡ്. ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ, ഈ വാർഡിൻ്റെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വാർഡിൽ മുമ്പ് വിജയിച്ചു വന്ന പ്രതികളെല്ലാം തന്നെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് വളരെയേറെ ഈ വാർഡിനകത്ത് ഈ ഒരു കാലത്ത്
തീരെ വികസനമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഈ 13-ാം വാർഡ്. മികച്ച സംഘാടകനായ എം വി രാഘവൻ പുരോഗമന കലാസാഹിത്യംഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. CPIM ലോക്കൽ കമ്മിറ്റി അംഗമായ അദ്ദേഹം വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. 1717 വോട്ടർമാരുള്ള വാർഡിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി 200-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചിരുന്നത്. ഇത്തവണ ഭൂരിപക്ഷം 300 കടക്കുമെന്ന് നേതാക്കൾ പറയുന്നു. UDF-ലെ PV ബാലകൃഷ്ണനാണ് മുഖ്യ എതിർ സ്ഥാനാർത്ഥി. BJP-യിലെ ഗംഗാധരനും മത്സരരംഗത്തുണ്ട്. സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും വികസനത്തിനായി രംഗത്തിറങ്ങുമെന്ന് LDF INL സ്ഥാനാർത്ഥി എം വി രാഘവൻ പറഞ്ഞു. നിറഞ്ഞ ചിരിയുമായി കാഞ്ഞങ്ങാട് നഗരത്തിലെ പൊതുയിടങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായ എം വി രാഘവനെ ഇനി സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന പഞ്ചായത്ത് ഭരണസമിതിയിലും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. നഗരസഭാ കേന്ദ്രം ഉൾപ്പെടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സി യൂസഫ് ഹാജിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ. മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സി യൂസഫ് ഹാജി അവസാനഘട്ട പ്രചരണത്തിൽ പ്രദേശത്തെ വോട്ടർമാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സി യൂസഫ് ഹാജി പറഞ്ഞു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ കീഴിൽ ടൗണുമായി ബന്ധപ്പെട്ടും വാർഡുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അസോസിയേഷൻ ഈ മുനിസിപ്പൽ ഭരണത്തിൽ നമുക്കൊരു പങ്ക് വേണം, അങ്ങനെ ഉണ്ടായാൽ തന്നെ കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ പല കാര്യങ്ങൾക്കും നമുക്കൊരു മുതൽക്കൂട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചതും അതിന് പ്രവർത്തിച്ചതും അതിന് ഇടവരുത്തിയതും. അതുകൊണ്ട് നാട്ടിൻ്റെ പുരോഗതിയിൽ കവിഞ്ഞ് വേറെ യാതൊരു ഉദ്ദേശവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വാർഡിൻ്റെയും നാട്ടിൻ്റെയും പ്രവർത്തനത്തിന് സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായും വരും നാളുകളിൽ വിജയിക്കുകയാണെങ്കിൽ കാണിക്കുകയാണ് പറ്റും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നാട്ടുകാരായ നല്ലവരായ വോട്ടർമാരോട് പറയാനുള്ളത്. വികസന കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാർഡിലെ വോട്ടർമാരുടെ പിന്തുണ ലഭിക്കുന്ന ആഹ്ലാദത്തിലാണ് അദ്ദേഹം. ഇടതു INL പിന്തുണയോടെ മത്സരിക്കുന്നതിനാൽ വിജയം സുനിശ്ചിതമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എഡ്യൂഫെസ്റ്റ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് റീജിയൻ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിലാണ് എഡ്യൂഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മത്സ്യമേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും ജോലി സാധ്യതകളും കണ്ടെത്തുന്നതിനുള്ള ബോധവൽക്കരണങ്ങളാണ് എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. 10ാം തരം ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് എഡ്യൂഫെസ്റ്റിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതകൾ, വിദ്യാഭ്യാസ വായ്പ, വ്യക്തിത്വ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി ക്ലാസുകൾ നടന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ പത്മനാഭൻ എഡ്യൂഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ക്ലാസ്സുകൾ 10 പ്രോഗ്രാം നമ്മൾ നടത്തും. അതിൽ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഈ പ്രോഗ്രാം നടത്തുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ മിക്കവാറും ഈ ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ കുട്ടികളൊക്കെ പല ക്ലാസ് എൻഗേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 11-12 ക്ലാസ്സുകളിലേക്ക് അത് കഴിഞ്ഞ ഹയർ സ്റ്റേജിൽ പഠിക്കുന്ന കുട്ടികളെയും ലഭ്യമാകാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ഓഫീസ് ശനി ഞായർ ദിവസങ്ങളിൽ നടത്തിയിട്ട് കുറച്ചുകൂടെ കാര്യക്ഷമമായി മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കുട്ടി പരിപാടിയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ പ്രവർത്തിക്കുന്ന കുട്ടികൾ പലരും താഴ്ന്ന ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഉണ്ട്. മത്സ്യ ബോർഡ് ഫിഷറീസ് ഓഫീസർ CP ഭാസ്കരൻ, KP ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജോസ് P ലൂയിസ് അധ്യക്ഷനായി. PV സതീശൻ സ്വാഗതവും K രാഘവൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ഹിദായത്ത് നഗറിലെ മുഹമ്മദ് ഇക്ബാലിന്റെ വീടാണ് അഗ്നിക്കിരയായത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കൂലിപ്പണിക്കാരനായ മുഹമ്മദ് ഇക്ബാലിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. സംഭവം നടക്കുമ്പോൾ ഇക്ബാലും കുടുംബവും ബന്ധുവീട്ടിലായതു കാരണം വൻ ദുരന്തമാണ് ഒഴിവായത്. ഉളിയത്തടുക്ക ഹിദായത്ത് നഗറിലാണ് ഇക്ബാലിന്റെ വീട്. രാവിലെ 6:30 മണിയോടെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട അയൽവാസികളാണ് വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. അല്പസമയം കഴിഞ്ഞ് വൻ സ്ഫോടന ശബ്ദം കേട്ടു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീ വീട് മുഴുവൻ പടരുകയും ചെയ്യുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വീടിനകത്തെ രണ്ടാമത്തെ സിലിണ്ടറും പൊട്ടിത്തെറിച്ചു. ഏകദേശം 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാർത്തകൾ തുടരുന്നു. മൂലക്കണ്ടം ഗുളികൻ ദേവസ്ഥാനത്ത് ഗുളികൻ ദൈവ മഹോത്സവം നടന്നു.
അനുഗ്രഹം ചൊരിഞ്ഞ് ഗുളികൻ ദൈവം അരങ്ങിലെത്തി. നാടിന്റെ കാവൽ ദേവനായ ഗുളികരാജൻ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മൂലക്കണ്ടം ഗുളികൻ ദേവസ്ഥാനത്ത് ഗുളികൻ ദൈവ മഹോത്സവം നടന്നു. ശൈവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മൂലക്കണ്ടം ഗുളികൻ ദേവസ്ഥാനത്ത് നടന്ന ഗുളികൻ ദൈവ മഹോത്സവത്തിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ആണ്ടോടാണ്ട് മാത്രം കെട്ടിയാടുന്ന ഗുളികൻ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാനും സങ്കടങ്ങൾ പറയാനുമായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. ഗുളികരാജനെ തൊഴുത് അന്നദാനവും സ്വീകരിച്ചാണ് അവർ മടങ്ങിയത്. തുളിച്ചേരി കുമ്മണ്ണാർ കളരി ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച തിരുവാതിര ആസ്വാദകർക്ക് നവ്യാനുഭവമായി. കോട്ടച്ചേരി തുളിച്ചേരി കുമ്മണ്ണാർ കളരി ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി പ്രദേശത്തെ വനിതകൾ ഒത്തുചേർന്നാണ് തിരുവാതിര അവതരിപ്പിച്ചത്. ഒരേ താളത്തിൽ തിരുവാതിര പാട്ടിനനുസരിച്ച് ചുവട് വെച്ചപ്പോൾ അത് ആസ്വാദകർക്ക് പുത്തൻ അനുഭവമായി. തിരുവാതിര കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. നൃത്തശില്പവും അരങ്ങേറി. നെല്ലിക്കാട്ട് കാളിക്കാൽ ഭഗവതി ക്ഷേത്രം 10ാം ഉദയം ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നെല്ലിക്കാട്ട് കാളിക്കാൽ ഭഗവതി ക്ഷേത്രം 10ാം ഉദയ ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. സർവൈശ്വര്യ വിളക്ക് പൂജയും നടന്നു. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ കലാശ്രീ പുരസ്കാരം നേടിയ പുതുമന ഗോവിന്ദൻ നമ്പൂതിരിയെ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ പ്രശ്നം KM മാണിക്കെതിരെ LDF പ്രതിഷേധം ശക്തമാക്കുന്നു. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. ബാർക്കോഴ വിവാദത്തിൽ നിലപാട് അറിയിച്ച് MP വീരേന്ദ്രകുമാർ. മാണി രാജിവെക്കേണ്ടതില്ലെന്ന് വീരേന്ദ്രകുമാർ. വികസന മുന്നേറ്റമൊരുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പടിയിറങ്ങി. ഇനി സംഘടന പ്രവർത്തനങ്ങളിൽ സജീവം. കാസർകോട് ഉളിയത്തടുക്കയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. കത്തിയമർന്നത് മുഹമ്മദ് ഇക്ബാലിന്റെ സ്വപ്നങ്ങൾ. കാഞ്ഞങ്ങാട് നഗരസഭാ പ്രചരണ രംഗം ശക്തമാക്കി LDF. വികസന സപ്ലിമെന്റ് പുറത്തിറക്കി. അജാനൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇടതുകോട്ടയിൽ കരുത്ത് തെളിയിക്കാൻ സാംസ്കാരിക പ്രവർത്തകൻ MV രാഘവനെ ഇറക്കി LDF. നാടിന്റെ കാവൽ രക്ഷകൻ ഗുളികരാജൻ അരങ്ങിലെത്തി.
മൂലക്കണ്ണൻ ഗുളികം ദേവസ്ഥാനം ഭക്തിസാന്ദ്രമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.